ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അഥ സപ്താശീതിതമോऽധ്യായ. പരീക്ഷിതുവാച. ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാത് സദസദഃ പരേ. ശ്രീശുക ഉവാച. ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ ജനാനാമസൃജത് പ്രഭു മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ കൽപ്പനായ ച. സൈഷാ ഹ്യുപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃതാ ശ്രദ്ധയാ ധാരയേദ്യസ്താം ക്ഷേമം ഗച്ഛേദ കിഞ്ചന. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവൽ പ്രിയ സനാതനം ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്തയേ നൃണാം ധർമ്മജ്ഞാനശമോ വേദമാകൽപാദാസ്ഥിതസ്തപ. തത്രോപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീദം പ്രണതോ പൃച്ഛദിദമേവ കുരുദ്വഹാം. തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിദം യോ ബ്രഹ്മവാദ പൂർവേഷാം ജനലോകനിവാസിനാം. ശ്രീ ഭഗവാനുവാച. സ്വായംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവത്പുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാമൂർധ്വരേതസാം. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദ സുസംവൃത്ത ശ്രുതയോ യത്ര ശേരദേ തത്ര ഹായമഭൂത് പ്രശ്നസ്ത്വം മാം യമനുപൃച്ഛസി. തുല്യശ്രുതതപശീലാസ്തുല്യസ്വീയാരിമധ്യമാ അഭി ചക്രു പ്രവചനമേകം ശുശ്രൂഷവോപരേ. സനന്ദന ഉവാച. സ്വസൃഷ്ടമിദമാപീയ ശയാനം സഹ ശക്തിഭിഃ തദന്തേ ബോധയാഞ്ചക്രുസ്തല്ലിംഗൈ ശ്രുതയ പരം. യഥാശയാനം സമ്രാജം വന്ദിനസ്തത്പരാക്രമൈഃ പ്രത്യൂഷേഭ്യത്യ ശുശ്ലോകൈർബോധയന്ത്യനുജീവിന. ശ്രുതയ ഊജോ. ജയ ജയ ജഹ്യജാമജിദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ. അഗജഗദോഗസാമഖിലശക്ര്യവബോധകത്തെ ക്വചിദജയാത്മനാ ചരദോനുചരന്നിഗമ. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യദ ഉദയാസ്തമയൗ വികൃതിർമൃദി വാ വികൃതാദ്. അദർഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ഇതി തവ സൂരയസ്ത്രധിപദേ-ഖിലലോകമലക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യ തവാംസി ജഹു. കിമുദ പുനഃസ്വധാമ വിധുദാശയകാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം.
धृदय इव श्वसन्त्य सुभृदो यदि तेऽनुविधा महदहमादयोण्डमसृजन् यदनुग्रहदां पुरुषविधोऽन्वयोऽत्र चरमोन्नमयादिषु य सदसदः परं त्वमधयदेष्ववशेषमृदम् उदरमुपासदेय ऋषिवर्त्मसु कूर्पदृश परिसरपद्धतिं हृदयमारुणयोद्धहरम् तद उदगादनन्द तव धाम शिरः परमं पुनरिह यत्समेत्य न पतन्ति कृदान्तमुखे स्वकृतविचित्रयोनिषु विशन्निव हेतुदया तरतमदश्चगास्य नलवत् स्वकृतानुकृति अथ विदधास्वमोष्ववितधं तव धाम समं विरजधियोऽन्वयन्त्यभिविपण्यव एकरसम् स्वकृतपुरेष्वमेष्व बहिरन्तरसंवरणं तव पुरुषं वदन्त्यखिलशक्तिधृतोंशकृतम् इति नृगतिं विविच्य कवयो निगमावपनं भवद उपासदेङ्घ्रिमभवं भुवि विश्वसिदा दुरवगमात्मतत्त्वनिगमाय तवात्ततनोश्चरितमहामृदाब्धिपरिवर्तपरिश्रमणा न परिलषन्ति केचिदभवर्गमभीश्वरते चरणसरोजहंसकुलसङ्गविसृष्टगृहा त्वदनुपथं कुलायमिदमात्मसुहृत्प्रियवच्चरति तथोन्मुखे त्वयि हिते प्रिय आत्मनि च न बदरमन्द्यहो असदुपासनयात्महनो यदनुशया भ्रमन्त्युरुभये कुशरीरभृदा निभृतमरुन्मनोक्षदृढयोगयुजो हृदि यन्मुनय उपासदे तदरयोऽभिययुस्मरणाद् स्त्रिय उरगेन्द्रभोगभुजदण्डविषक्तधियो वयमपि ते समासमदृशोऽङ्घ्रिसरोजसुधा क इह नु वेद बदावरजन्मलयोऽग्रसरं यद उदगादृशिर्यमनुदेवगणा उभये तर्हि न सन्न चासदुभयं न च कालजव किमपि न तत्र शास्त्रमवकृष्य शयेद यदा जनिमसदसदो मृदिमुदात्मनि ये च भिदां विबणमृदं स्मरन्त्युपदिशन्ति त आरुपिदैः त्रिगुणमय पुमानिधिभिधा यदबोधकृदा त्वयि न ततः परत्र स भवेदवबोधरसे सदिव मनस्त्रिवृत्त्वयि विभात्य सदा मनुजाद् सदभिमृशन्त्यशेषमिदमात्मतयात्मविदं न हि विकृतिं त्यजन्ति कनकस्य तदात्मतया स्वकृतमनुप्रविष्टमिदमात्मतया वसिदम् तव परिये चरन्त्यखिलसत्त्वनिकेतदया त उदपदाक्रमन्द्य विगणय्य शिरो निहृदे परिवयसे पशूनिव गिरा विबुधानभितांस्त्वयि कृतसौहृदा खलु पुनन्ति न ये विमुखा त्वमकरणस्वराडखिलकारकशक्तिधरस्तव बलिमुद्वहन्ति समदन्त्यजया निमिषा वरिषभुजोऽखिलक्षितिपदेरिव विश्वसृजो विदधति यत्र ये त्वधिकृता भवदश्चकिता स्थिरचरजादयस्युरजयोत्थनिमित्तयुजो
വിഹര ഉദീക്ഷയാ യദി പരസ്യ വിമുക്ത തദാ നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേദ് വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദധതാ അപരിമിതാ ധ്രുവാസ്തനുഭൃദോ യദി സർവഗദാസ്തർഹി ന ശാസ്യദേതി നിയമോ ധ്രുവനേതരധാ അജനിജയന്മയം തദ്വിമുച്യ നിയന്ത്ര ഭവേദ് സമമനുജാനതാം യദമദം മദദുഷ്ടതയാ ന ഘടത ഉദ്ഭവ പ്രകൃതിപൂരുഷയോരജയോരുഭയയുജാ ഭവന്ത്യസുഭൃദോ ജലബുദ്ബുദവദ് ത്വയി ത ഇമേ തദോ വിവിധനാമഗുണൈ പരമേ സരിത ഇവാർണവേ മധുനിലില്യുരശേഷരസാ നൃഷു തവ മായയാ ഭ്രമമീഷ്വവഗത്യഭൃശം ത്വയി സുധിയോ ഭവേദധതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭൃഗുടി സൃജതി മുഹുസ്തൃണേമിരഭവച്ചരണേഷു ഭയം വിജിതഹൃഷീഗവായുഭിരദാന്തമനസ്തുരഗം യ ഇഹ യദന്തി യന്തുമതിലോലമുപായഖിദ വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം വണിജ ഇവാജസന്ധ്യകൃതകർണധരാ ജലധൗ സ്വജനസുധാത്മദാരധനധാമധരാസുരധൈസ്ത്വയി സദി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനദോരദയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹദേ സ്വനിരസ്തഭഗേ ഭുവി പുരുപുണ്യതീർത്ഥസദനാൻ ഋഷയോ വിമദാസ്ത ഉദ ഭവദ്പദാംബുജഹൃദോഖഭിദംഘ്രിജലാ ദധതി സകൃന്മനസ്ത്വയി യ ആത്മനി നിത്യസുഖേ ന പുനരുപാസദേ പുരുഷസാരഹരാവസഥാൻ സദ ഇദമുത്ഥിതം സദിതി ചെന്നനു തർക്കഹദം വ്യഭിചരതി ക്വച ക്വച മൃഷാന്ന തഥോ ഭയയുക് വ്യവഹൃദയേ വികൽപ ഇഷിദോന്ധപരംപരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുഗ്ധജഡാൻ നയദിദമഗ്ര ആസന ഭവിഷ്യദതോ നിധനാദനുമിദമന്തരാത്വയി വിഭാതി മൃഷൈകരസേ അദ ഉപമീയതേ ദ്രവിണജാതിവികൽപപഥൈർവിദധ മനോവിലാസമൃതമിത്യവയന്ത്യബുധാ स यदजया त्वजामनुशयीदगुणांश्च जुषन् भजति सरूपदां तदनु मृत्युमभेदभगं त्वमुदजहासि तामहिरिव त्वजमात्तभगो महसि महीयसेष्टगुणिदे परिमेयभगम् यदि न समुद्धरन्ति यदयो हृदि कामजडा दुरधिगमो सदां हृदि गदो स्मृतकण्ठमणि असुतृभयोगिनामुभयदोऽप्यसुखं भगवन्ननभगदान्दगादनधिरूढपदाद्भवदा त्वदवगमी न वेत्ति भवदुत्थशुभाशुभयोर्गुणविगुणान्वयांस्तर्हि देहभृदां च गिरा अनुयुगमन्वहं सगुणगीतपरम्परया श्रवणभृदो यदस्त्वमभवर्गगतिर्मनुजैः द्युपदय एव ते नययुरन्दमनन्ददया त्वमपि यदन्तराण्डनिजया ननु सावरणा घ इव रजांसि वान्दिवयसा सह यच्छ्रुदयस्त्वयि
ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാ. ശ്രീഭഗവാനുവാച ഇത്യേതദ്ബ്രഹ്മണപുത്ര ആശ്രുത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചു സിദ്ധാ ജ്ഞാത്വാത്മനോ ഗതിം. ഇത്യശേഷസമാംനായ പുരാണോപനിഷദ്രസ സമുദ്ധൃത പൂർവജാതൈർവ്യോമയാനൈർമഹാത്മഭിः ത്വം ചൈതദ്ബ്രഹ്മധ്യായാത ശ്രദ്ധയാത്മാനുശാസനം ധാരയംശ്ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സഋഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണ ശ്രുതധരോ രാജന്യാഹ വീരവ്രതോ മുനി. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തെ സർവഭൂതാനാമഭവായോഷധീ കലാ. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മന തദോ ഗാദാശ്രമം സാക്ഷാത് പിതുർദ്വൈപായനസ്യ മേ. സഭാജിതോ ഭഗവതാ കൃതാസനപരിഗ്രഹ തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാശ്രുതം. ഇത്യേതദ്വർണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേത്. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരശ്ചാസ്ഥിതാഃ. യം സമ്പദ്യ ജഹാത്യജാമനുഷയീ സുപ്തകുലായം യഥാ തം കൈവല്യനിരസ്തയോ നിമഭയം ധ്യായേദജസ്രം ഹരിം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ നാരദനാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോധ്യായ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈ യഥാമതിസ്ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 87-ാം അധ്യായം വളരെ പ്രാധാന്യമുള്ള വേദസ്തുതിയെ പറയണം. 86-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിൽ സന്മാർഗത്തെ ഭഗവാൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. സന്മാർഗം എന്നുള്ളത് വേദമാർഗമാണ്. അപ്പം അതിനെക്കുറിച്ചിട്ട് പരീക്ഷത്തിന് ചോദ്യമുണ്ടായി. എങ്ങനെയാണ് വേദങ്ങൾ ബ്രഹ്മത്തെ വിസ്തരിക്കുന്നത് എന്നുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് 87-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ബ്രഹ്മൻ ബ്രഹ്മണി അനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാൽ സതസതഃ പരെ. സത്തിനും അസത്തിനും പരമാണ് ഈ ബ്രഹ്മം എന്നുള്ളത്. അത് നിർദ്ദേശിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. നിർഗുണ സ്വഭാവത്തോടു കൂടിയതാണ്. അപ്പം അതിൽ ഗുണവൃത്തികളോട് കൂടിയിട്ടുള്ള ഈ ശ്രുതികൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ശ്രുതികൾ ഈ ബ്രഹ്മത്തെ എങ്ങനെ പറയണം? അപ്പം അങ്ങനെ പരീക്ഷത്ത് ചോദിക്കുമ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി മറുപടി പറയാണ്. ബുദ്ധി ഇന്ദ്രിയ മനഃപ്രാണാൻ ജനാനാം അസർജത് പ്രഭു മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേയ കൽപ്പനായ ച. ഇതിനെ ഓരോന്നിനെയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബുദ്ധി വേണം, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ വേണം, പിന്നെ അതിനെ നല്ലതുപോലെ ചിന്തിക്കാൻ മനസ്സ് വേണം, പിന്നെ ഇതിനൊക്കെ വേണ്ടതായ ശക്തി പ്രാണൻ. ഇത് നാലും ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളിൽ ഭഗവാൻ തന്നെ എന്തുകൊണ്ട് ഒരുക്കി വെച്ചു വെച്ചാൽ ഇവിടെയുള്ള അനുഭവങ്ങളെ സ്വീകരിക്കാനും വിഷയാർത്ഥങ്ങളെ അനുഭവിക്കാനും അതുപോലെ തന്നെ ആത്മവിചാരം ചെയ്യാനും പ്രാരബ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തുകൊണ്ട്
മുക്തി നേടാനൊക്കെയാണ്. ആത്മനെ അകൽപ്പനായ ച. അപ്പം അതിനാണ് ഇവിടെ ഒരു ബ്രാഹ്മമായിട്ടുള്ള ഉപനിഷത്തിനെ കുറിച്ച് പറയുന്നത്. സൈഷാഖ്യ ഉപനിഷത്ത് ബ്രാഹ്മി പൂർവേഷാം പൂർവജീർദ്ധത ശ്രദ്ധയാധാരേദ്യസ്താം ക്ഷേമം ഗച്ഛേത് അകിഞ്ചന. ഇവിടെ ക്ഷേമത്തെ പ്രാപിക്കും, എല്ലാത്തിൽ നിന്നും വിട്ടവനായിട്ട് ക്ഷേമത്തെ പ്രാപിക്കാൻ ഈ ബ്രഹ്മം എന്നുള്ള ഈ ഉപനിഷത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പൂർവന്മാർ മുൻപുള്ളവർ സാധന ചെയ്ത ഈ ഒരു ഉപനിഷത്തിനെ ഞാൻ അങ്ങേക്കും കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് തനിക്ക് തൻ്റെ പിതാവായിട്ടുള്ള വേദവ്യാസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഈ വേദസ്തുതി എന്നുള്ള ശ്രുതിഗീത എന്നുള്ള ഭാഗത്തെയാണ് ശ്രീ ഗുരുമഹർഷി പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത്രതേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതം നാരദസ്യ സംവാദം ഋഷേഹേ നാരായണസ്യ. അതായത് തൻ്റെ അച്ഛനായ വേദവ്യാസന് ഭാഗവത്ത് ഉപദേശിച്ച ശ്രീനാരദ മഹർഷിയും നരനാരായണന്മാരിലെ നാരായണമൂർത്തിയും ഒരുമിച്ച് ബദരി ആശ്രമത്തിൽ വെച്ച് നടന്ന ഒരു സംവാദം. ആ സംവാദത്തിൽ ഈ അങ്ങ് ചോദിച്ച ചോദ്യം, പരീക്ഷത്തിൽ ചോദിച്ച ചോദ്യം അവിടെയും ഉന്നയിക്കപ്പെടുകയുണ്ടായി. നാരദൻ നാരായണ മഹർഷിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ വേദം ബ്രഹ്മത്തെ പറയണത്? അപ്പം അങ്ങനെയുള്ള സംശയം അവിടെ ചോദിച്ചപ്പോൾ അതിന് അവർ തമ്മിലുള്ള ചർച്ചയിൽ അതിന് ഉത്തരം ഉണ്ടായിട്ട് നാരായണ മഹർഷി വഴി വസിക്കുന്ന ബദരി ആശ്രമത്തിൽ ഒരിക്കലും നാരദന് പോകാനിടയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ രംഗത്തെ വിസ്തരിക്കണം ശേഷുക്ക് ബ്രഹ്മർഷി. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത് പ്രിയനാണ് ശ്രീനാരദൻ. അദ്ദേഹം ലോകം മുഴുവൻ പര്യടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ സനാതന ഋഷിയും ദൃഷ്ടും ചെയ്യൂ നാരായണാശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു ഈ ഋഷിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ യോവൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥീകരണം. ഈ ഭാരതം എന്നുള്ള വർഷത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ടും മംഗളത്തിനായിക്കൊണ്ടും ധർമ്മം, ജ്ഞാനം, ഉപശമം തുടങ്ങിയവയെ ഈ കൽപ്പം വരെ എല്ലാ കാലവും കൊണ്ടു നടക്കാനായിക്കൊണ്ട് അങ്ങനെ ഒരു ഋഷീശ്വരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തത്ര ഉപവിഷ്ടമൃഷിഭി കലാപഗ്രാമവാസിഭി പരീതം പ്രണത അപർച്ഛത് ഇതമേവ കുരുദ്വ. അദ്ദേഹത്തെ ആ നരനാരായണീശ്വരന്മാരെ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് അങ്ങിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ ഈ നാരദ മഹർഷി നാരായണ മുനിയോട് ചോദിച്ചു. തസ്മൈ ശവോജൽ ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിതം. ഇപ്പോൾ താഴെ ധാരാളം പേര് അറിവുള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. അറിവുള്ളവരുടെ മുന്നിൽ വെച്ചൊരു സംശയം ചോദിക്കുമ്പോൾ ആ ഉത്തരം പറയുന്നയാളും നല്ലോണം ശ്രദ്ധിക്കും, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേൾപ്പിക്കും. അപ്പം അങ്ങനെ ബ്രഹ്മവാദ പൂർവേഷാം ജനലോക നിവാസികൾക്കിടയിലുള്ള ബ്രഹ്മവാദം, ബ്രഹ്മചർച്ചയെക്കുറിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അതിന് നാരായണ മുനി ഇതിന് മറുപടി പറയാണ്. സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകെ അഭവത് പുരാ തത്രസ്ഥാനാം മാനസാനാം മുനീനാം ഊർധ്വരേതസ്സുകളായിട്ടുള്ള മുനിമാരുടെ ഒരു ബ്രഹ്മസത്രം പണ്ട് ജനലോകത്തുണ്ടായിരുന്നു. ഏതായി ജനലോകം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ലോകങ്ങളിൽ ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ ലോകങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു ലോകമാണ് ജനലോകം. അവിടെ വെച്ച് ബ്രഹ്മസത്രം നടക്കുകയുണ്ടായി ആണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നാരദ മഹർഷി എത്തിയിരുന്നില്ല വെച്ചാൽ അങ്ങ് ആ സന്ദർഭത്തിൽ ശ്വേതദ്വീപം ഗതവതി, അങ്ങ് ശ്വേതദ്വീപിലേക്ക് പോയിരുന്നു അതിൻ്റെ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ ബ്രഹ്മവാദഹാസ്സംവൃത നന്നായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു ബ്രഹ്മചർച്ചയുണ്ടായി. അവിടെ ശ്രുതികളെക്കുറിച്ചിട്ടൊക്കെ പറയുണ്ടായി. ശ്രുതികൾ എങ്ങനെയാണ് ഇതിനെ ഈ വേദത്തെ ഭഗവാനെ പറയുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ചയുണ്ടായി. അവിടെ ചർച്ചയുണ്ടാകുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും നല്ല യോഗ്യന്മാരായിരുന്നു. തുല്യശ്രുത തപശീലാഹ തുല്യസീയ അരിമധ്യമാഹ അഭിചക്രുപ്രവചനം ഏകം ശുശ്രൂഷവ പറയും. എല്ലാ തരത്തിലും യോഗ്യന്മാരായ ആൾക്കാരാണ്. സനകൻ, സനന്ദൻ, സനാതന, സനകുമാരൻ ഇവരെല്ലാവരും അതിൽ സനാതന മുനിയാണ് ഇതിന് മറുപടി പറയുന്നത്, അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കണം. സനന്ദൻ പറയാണ് എങ്ങനെ വേദങ്ങൾ സ്തുതിക്കണം. അപ്പോൾ വേദങ്ങൾ സൃഷ്ടി കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് എല്ലാം തന്നിലേക്ക് ഒതുക്കിയിട്ട് ശയനം ചെയ്യുന്ന ആ ബ്രഹ്മത്തെ അല്ലെങ്കിൽ നാരായണമൂർത്തിയെ വേദങ്ങൾ സ്തുതിച്ചുണർത്തുന്നതിനാണ് വിസ്തരിക്കാൻ പോണത്. സ്വസൃഷ്ടം ഇതം ആപീയ, താൻ സൃഷ്ടിച്ചതിനെ മുഴുവൻ പാനം ചെയ്തിച്ചാൽ തന്നിലേക്ക് ലയിപ്പിച്ച് സഹശക്തിഭീ ശയാനം, എന്തൊക്കെ ശക്തിയാണോ അതെനിക്കുണ്ടായിരുന്നത് അതിനെയൊക്കെ കൂടെ
എല്ലാം തന്നിലേക്ക് ലയിപ്പിച്ച് ശയിക്കുന്ന ആ ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ തദന്തേ ബോധയാൻ ചക്രു തല്ലിംഗേ ശ്രുതയപരം. ആ ഉറങ്ങിക്കിടക്കണ ഒരാളെ വിളിച്ചുണർത്തുമ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ നാമം വിളിച്ച് ചൊല്ലിയിട്ട് വിളിക്കണം, എന്നാലും എഴുന്നേക്കും. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു ഗുണത്തിനെയാണ് നമ്മൾ നാമമായിട്ട് പറയണത് അല്ലേ. ഒരാൾക്ക് പേരിടുന്നത് മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ചില ക്വാളിറ്റി നോക്കിയിട്ടാവും. അപ്പോൾ ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ഉണർത്താനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഭഗവാൻ എന്ന് പറയണമെന്നേ ഉള്ളൂ, ബ്രഹ്മത്തെ ഉണർത്താൻ ശ്രമിക്കണം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. യഥാശയാനം സമ്രാജം ബന്ദിനഃ സ്ഥൽപരാക്രമൈ പ്രത്യൂഷേ അഭ്യേത്യ സുശ്ലോകൈ ബോധയന്തി അനുജീവനഃ. ഇവിടെ യഥാശയാനം സമ്രാജം, ഒരു ചക്രവർത്തി കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുജീവികൾ, അതായത് ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിനനുസരിച്ച് കഴിയുന്നവർ, അവരദ്ദേഹത്തിൻ്റെ സന്തോഷത്തെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ രാജാവിനെ നല്ല വാക്കുകൾ വളർന്ന് സന്തോഷിപ്പിച്ച് ഉണർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉണർന്നിട്ട് വേണം ഇവരുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം രാജാവ് എഴുന്നേൽക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജാവിനെ എഴുന്നേൽപ്പിക്കുമല്ലോ. അതേപോലെ ഇവിടെ ഈ വേദങ്ങൾ സുശ്ലോകൈ ബോധയന്തിന, അതിരാവിലെ മനോഹരമായ ശ്ലോകത്തിൽ ഈ ബ്രഹ്മത്തെ ഉണർത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ശ്രുതികൾ ബ്രഹ്മത്തെ ഉണർത്താൻ, ഈ ചൈതന്യത്തെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശ്രുതികൾ എന്തൊക്കെയാണ് പറയണത്, ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ സ്തുതി ശ്ലോകങ്ങൾ ആരംഭിക്കണം. ജയ ജയ ജിഹ്യജാം അജിത ദോഷഗൃഭീത ഗുണാം ത്വമസി യദ ആത്മന സമവരുദ്ധ സമസ്തഭഗ അഗജഗദോഗസാം അഖിലശക്തി അവബോധക തേ ക്വചിതജയാത്മനാചരത അനുചരേ നിഗമ. ഇപ്പോൾ അങ്ങ് മായയോടൊന്നും കൂടാതെയാണ് കഴിയുന്നത്. അങ്ങ് മായയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, സൃഷ്ടിക്കണു, കൊണ്ടു നടക്കണു അല്ലേ. ദോഷഗൃഭീത ഗുണയാണ് ഈ മായ എന്നുള്ളത്. ആ മായ എന്ത് ചെയ്യണം, അങ്ങ് നടക്കിയിരുത്തണം. ത്വമസി യഥാത്മന, അങ്ങനെ സാധിക്കും അങ്ങ് സമവരുദ്ധ സമസ്ത ഭഗ, എല്ലാ ഐശ്വര്യങ്ങളും അങ്ങയിലാണ്. ഐശ്വര്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ, ഐശ്വര്യങ്ങളെയാണ് ഭഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനായിത്തീരുന്നത്. എല്ലാ ഭഗങ്ങളും അങ്ങയിലുണ്ട്. അഗജഗദോഗസാം അഖിലശക്തി, ഇവിടെ കാണുന്ന സകല ചരാചരങ്ങൾക്കും വേണ്ടതായ ശക്തി പകർന്നു കൊടുക്കുന്നതും ഇവിടുന്നാണ്. അങ്ങ് മായയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിന് ധാരാളം സൃഷ്ടി വസ്തുക്കളിൽ അങ്ങ് വിളങ്ങണു, ചിലപ്പോൾ ഇതിനൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വിളങ്ങണു. അപ്പം അങ്ങനെ അങ്ങയെ മായയോട് ചേർന്നും അല്ലാതെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട് എന്ന് പറയുകയാണ് വേദങ്ങൾ. പിന്നെ ബൃഹദുപലബ്ധമേതവയന്ത്യവശേഷതയാ, ഈ ബ്രഹ്മം എന്നുള്ളത് വളരെ ബൃഹത്താണ്. അതിനെ എങ്ങനെയാണ് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുക? ഇത് എല്ലാത്തിനും മുമ്പുണ്ടായത്, എല്ലാത്തിനും ശേഷമുണ്ടായത്. ഏതാ ഉദയാസ്തമയോ വികൃതിർമൃതിവ വികൃതാത്, ഇതിന് നാശമില്ല. മണ്ണിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾ ഒടുവിൽ മണ്ണായി തന്നെ തീരണം. അപ്പോൾ ആദ്യം മണ്ണയുള്ളൂ, അവസാനവും മണ്ണയുള്ളൂ. അതേപോലെ ഈ പ്രപഞ്ചം എന്നുള്ളത് ഭഗവാൻ നിന്നും ഈ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായി പിന്നീട് നിലനിന്ന് ഒടുവിൽ ഇല്ലാതെയാകുമ്പോൾ അവസാനം ശേഷിക്കുന്നത് ഈ ഭഗവാൻ തന്നെയുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഏതിനെക്കുറിച്ച് പറയുമ്പോഴും ഈ ബ്രഹ്മം തന്നെയാണ് അതിന് ഉത്തരമായിട്ട് വരിക. അല്ലെങ്കിൽ ബ്രഹ്മത്തോട് സംബന്ധമായ വസ്തുക്കളെ ഈ ലോകത്തുള്ളൂ. അത് ക്ഷയഹാദധുസ്ത്വയി മനോവചന ആചരിതം കഥമയഥാഭുവി ഭവന്തി ഭുവി ദത്തപദാണെന്നാണ്. ഭൂമിയിൽ ഏതൊരു വസ്തു എവിടെയുണ്ടെങ്കിലും അല്ലേ, പല ഭാഗങ്ങളിൽ പല വസ്തുക്കൾ നമ്മൾ കാണാം. അപ്പോൾ എവിടെയുണ്ടെങ്കിലും അതൊക്കെ ഭൂമിയിലാണെന്നാണ് പറയുക. അതേപോലെ ഈ ലോകത്തുള്ള സകല വസ്തുക്കളും ബ്രഹ്മത്തിലാണെന്ന് പറയണം. ബൃഹത്തായ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് പറയണം. എന്നതാ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു. ബൃഹദുപലബ്ധമേതത് അവയന്തി അവശേഷതയാ യഥ ഉദയാസ്തമയോ വികൃതേഹി മൃതിവ അവികൃതാത്, ഒരു മാറ്റവുമില്ലാത്ത വസ്തുക്കളിൽ നിന്നും മാറ്റം സംഭവിക്കുന്ന വസ്തുക്കൾ ഉണ്ടാകണു, വീണ്ടും ആ മാറ്റമില്ലാത്ത വസ്തുക്കൾ ലയിക്കണു. അപ്പോൾ മാറ്റമില്ലാത്ത വസ്തുവിനെ അങ്ങനെ തിരിച്ചറിയണമെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റവുമില്ലാതെ എന്നും നിലനിൽക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തി അനവധി അവതാരങ്ങളും അതുപോലെ തന്നെ പല സ്വരൂപങ്ങളൊക്കെ സ്വീകരിച്ച് പ്രപഞ്ചത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കഥകളൊക്കെ പാടിക്കൊണ്ട് ഈ ബ്രഹ്മത്തെ അറിയാനായിട്ട് സജ്ജനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് തവ സൂരയഹാത്ര അധിപതയ അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം അവഗാഹ്യ തപാംസിഹു. ഇവിടെ നല്ല ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു, അഖില ലോകമലക്ഷപണമാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്. ലോകത്തിലെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും ഭഗവത് കഥകൾ അതിൻ്റെ മാലിന്യത്തെയൊക്കെ ഇല്ലാതെയാക്കണം.
അപ്പം അങ്ങനെ ആ കഥകൾ ആസ്വദിക്കുന്നവർ തപസ് ചെയ്യുന്നതിനേക്കാൾ സുഖമാണ് കഥകൾ പറയുക. ഇപ്പോൾ ശ്രീ സുബ്രഹ്മണ്യയുടെ അവസ്ഥ തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹം പിന്നീട് കഥ പാടി നടക്കല്ലേ ഉണ്ടായത്. കിമുത പുനഃസ്വധാമ വിധുനാശയ കാലഗുണാഹ. അപ്പം അങ്ങനെ ചിലർ ഭഗവാനെ ഉള്ളിൽ തന്നെ എപ്പോഴും കാണാൻ സാധിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ ആ ഒരു അനുഭവത്തിൽ നിന്നും വിട്ടിട്ട് മറ്റൊരവസ്ഥ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അജസ്സ സുഖാനുഭവത്തെ ഭഗവാൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി അങ്ങനെയല്ല നമ്മുടെ ജീവിതം നയിക്കുന്നെങ്കിൽ വളരെ കഷ്ടമാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ധൃതയ ഇവ ശസന്തി അസുഭത എതി തേനുവിധ മഹദഹ മാദേഹ അണ്ടമസജന്യതനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇവിടെ വിരാട് പുരുഷൻ്റെ ആ അണ്ടം എന്നുള്ളത് വസ്തു ഉണ്ടായതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ അനുസരിച്ചുകൊണ്ട് തിരിച്ചതിനെ പൂജിക്കണം എന്നുള്ളതാണ്. മഹദഹ മാദേഹ അണ്ടമസജൻ. മഹത്തത്വം അഹങ്കാരതത്വം തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ടല്ലോ. പിന്നീട് പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രങ്ങൾ, അങ്ങനെ 10-24 വസ്തുക്കളുണ്ടല്ലോ. അപ്പം ഇതൊന്നും ഭഗവാനില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്തതാണ്. ധൃതയ ഇവ ശസന്തി. ഈ കുഴൽ, അടുപ്പിലൊക്കെ ഊതുന്ന വലിയ കുഴലുണ്ടല്ലോ, ആ കുഴലിലൂടെ ഊതുമ്പോൾ 2 ഭാഗത്തെ കൂടിയും ഒരു ഭാഗത്തൂടെ വായു കയറും, മറ്റു ഭാഗത്തൂടെ വായു പോകും. ഈ ഒരു കുഴലിൻ്റെ സ്വഭാവം മാത്രമായിട്ട് മാറും നമ്മൾ ഭഗവാനെ ആശ്രയിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ന് സൂചിപ്പിക്കുകയാണ്. പുരുഷവിധ അന്വയ അത്ര ചരമഹ അന്നമയാദൃഷി ഹസ്തതസ്ത പരം ത്വമഥ യഥേഷു അവശേഷമതം. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ശരീരത്തിൽ ഋതമായിട്ട് സത്യമായിട്ട് ശേഷിക്കുന്നത് 25ാമത് പ്രവേശിക്കുന്ന ജീവൻ മാത്രമാണ് എന്നതാ. സകല ശരീരങ്ങളിലും പ്രധാനമായും സത്യമായിട്ടും ഇരിക്കുന്നത് ഈ ചൈതന്യമാണ്, ജീവനായ ചൈതന്യമാണ്, അല്ലെങ്കിൽ ജീവഭാവത്തിലിരിക്കുന്ന ചൈതന്യമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ഓരോന്നിൻ്റെ ഉള്ളിലുമുണ്ട് എന്നവിടെ സൂചിപ്പിച്ചു. പിന്നെ എന്നാൽ ചിലരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അത് എല്ലായിടത്തും ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. അവരെ സംബന്ധിച്ചുള്ള ചിലപ്പോൾ ഉദരത്തിലാണെന്ന് ഈശ്വരന് ചിന്തിച്ച് ഉദരത്തിൽ സാക്ഷാത്കരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും ഇതിനെ ശിരസ്സിലേക്ക് സ്വീകരിച്ച് ശിരസ് അവസാനം സമയത്ത് ഈ ശിരസ് ഭേദിച്ച് ഉയർന്നു പൊങ്ങുന്ന ജീവൻ പിന്നീട് മറ്റൊരു ജന്മം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് 18ാമത്തെ ശ്ലോകം. ഉദരമുവാസതേ യേഷി വത്മസു കൂർപ്പദശ പരിസര പദ്ധതിയും ഹൃദയം ആരുണയ ദഹരം. ആരുണികൾ ദഹരത്തെ ഈശ്വരസ്ഥാനമായിട്ട് കണക്കാക്കണം. അവിടുന്ന് ഉയർന്നു പൊങ്ങിപ്പോകുന്ന ജീവൻ ശിരസ്സും കടന്ന് പരമമായ പദത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ച് കൃതാന്തമുഖത്തിൽ വന്ന് പതിക്കുന്നില്ല. വെച്ചാൽ നമ്മുടെ ശിരത്തിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലോചനയിൽ അത് ശരിക്കും ഉറപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കണം. അങ്ങനെ ഉറപ്പിക്കുന്നവർക്ക് ഒരിക്കലും പുറമേയുള്ള ഈ വിഷയങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സുഹൃത വിചിത്ര യോനിഷ വിശന്യവ ഹേതുതയ അത്തരതമത ചകാസി അനലവഴ സുഹൃതാനുകൃതി അഥ വിദധാസു അമൂഷു അവിധം തവ ധാമസമ വിരജധിയ അന്വയന്തി അഭിവിപണ്യവ ഏകരസം. അഭിവിപണ്യവ എന്ന് പറഞ്ഞാൽ ഒരു ഫലേച്ഛ കൂടാതെ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നവർ, വിരജധിയ രജോ ഗുണമില്ലാത്തവർ, അവർക്കാണ് ഈ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈശ്വരൻ എങ്ങനെയാണ്? സുകൃത വിചിത്ര യൂനിഷ. ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ, അതിനകത്ത് ഒക്കെ ഒരേപോലെ പ്രകാശിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. വിശന്യവ ഹേതുതയ പ്രവേശിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രത്യേകിച്ച് പ്രവേശിക്കേണ്ടതില്ല, എല്ലായിടത്തും ഈശ്വരനുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മളതിനകത്ത് പ്രവേശിച്ചു എന്നൊക്കെ നമ്മളുടെ ഭാഷയിൽ പറയുമല്ലോ. അതങ്ങനെ പ്രവേശിച്ചു. അങ്ങനെ ഓരോ ജീവജാലം ഓരോ രീതിയിൽ അതിൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കും. തരതമതഃ ചകാസി അനലവഴ സുകൃത അനുകൃതിയും. താൻ നിർമ്മിച്ച വസ്തുക്കളിൽ ഓരോന്നിനും ഓരോ സമ്പ്രദായമാണ്. ഇപ്പോൾ ഉറുമ്പിന് ഉറുമ്പിൻ്റെതായുള്ള സ്വഭാവമാണ്, ആനയ്ക്ക് ആനയുടേതായ സ്വഭാവമാണ്, ഓരോന്നിനും വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ച ജീവൻ ആ പ്രകൃതത്തിനനുസരിച്ച് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യണം. എന്നാൽ അതിനകത്തൊക്കെ ഈ പുറമേയുള്ള പ്രകൃതം വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചലിപ്പിക്കുന്ന ശക്തി കൃതമായിട്ടുള്ള അങ്ങാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അതായത് ചൈതന്യമായിട്ടുള്ള ഭഗവാനാണ്, ബ്രഹ്മമാണ് ഇതിനകത്ത് ശോഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ ഒരു മിഥ്യ അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവണില്ല. അല്ലെങ്കിൽ ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിലും ഏകരസമായിട്ടുള്ള അങ്ങയെ അറിയണം. ആ ഏകരസമായിട്ടുള്ള അങ്ങയെ അറിഞ്ഞ് ആനന്ദിക്കുന്നു വരുന്നതാണ്. സുഹൃതപുരേഷു അമീഷു അബഹിരന്തര സംവരണം തവ പുരുഷം വദന്തി അഖിലശക്തിധൃത വംശകൃതം ഇത് നിർഗതിയും വിവിച്ച കവയ നിഗമാവപനം ഭവത ഉപാസതേ അഘ്രിമഭവം ഭൂവി വിശ്വസിതാഹ. ഇവിടെ എന്ത് ചെയ്യുന്നു? സുഹൃതപുരേഷു ഭഗവാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ പുരങ്ങളിൽ അകത്തും പുറത്തുമൊക്കെ ഒരു മറവില്ലാതെ ഭഗവാനാണ് അംശങ്ങളായിട്ട് നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഇതിനകത്ത് ഓരോന്നിലും ചൈതന്യമാണ് ഈശ്വരനെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
മനുഷ്യഗതിയെ മനസ്സിലാക്കിയിട്ട് നിഗമാവപനം ഭവത ഉപാസ്ത, എല്ലാത്തിലും ഈ ഈശ്വരഭാവത്തെ ഭക്തന്മാർ ഉപാസിക്കണം എന്നുള്ളതാണ്. സജ്ജനങ്ങൾ ഉപാസിക്കണം, എല്ലാത്തിലും ഒരേ ഭാവത്തിലുള്ള ഈശ്വരനെ. സുഹൃതപുരേഷു അമീഷ അബഹിരന്തര, അകത്തും പുറത്തും ഭേദമില്ലാതെ ശോഭിക്കുന്നത് ഭഗവാനെ ഇവിടുന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ബ്രഹ്മചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഒരേപോലെ ഉപാസിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ എന്നും ഭക്തന്മാർ ചിന്തിക്കണം. ഈ ദുരധികമ ആത്മതത്വനിഗമായതവാതനോഹോ, ഈ ആത്മതത്വത്തെ ബോധിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അത് ബോധിപ്പിക്കാനായിട്ട് ഭഗവാൻ ഓരോരോ അവതാരങ്ങളൊക്കെ സ്വീകരിച്ചു. ഇപ്പോൾ രാമനായിട്ടും കൃഷ്ണനായിട്ടും പല അവതാരങ്ങൾ സ്വീകരിച്ചിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തിനാ അങ്ങനെയുള്ള അവതാരങ്ങൾ ഉപദേശങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഈ തത്വത്തെ ബോധിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ സ്വീകരിച്ച ആ അവതാരങ്ങളുടെ ചരിതങ്ങൾ കേട്ടിട്ട് പരിവർത്ത പരിശ്രമണാഹ എന്നൊക്കെ പരിലഷന്തി കേജിൽ അപവർഗം വിശ്വരത്തെ. അപ്പം അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദിക്കുന്നവർക്ക് മോക്ഷം എന്നുള്ള അവസ്ഥ പോലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, അവർക്ക് ആ കഥകളിങ്ങനെ കേൾക്കുക, അത് മറ്റുള്ളവരോട് പറയാം. അപ്പം അങ്ങനെ കുടുംബത്തിൽ നിൽക്കില്ല, അവരങ്ങനെ സഞ്ചരിക്കുക, എല്ലായിടും സഞ്ചരിച്ചുകൊണ്ട് ഭഗവത് കഥകൾ പാടി നടക്കുന്ന ഭാവത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ ഭഗവാന്റെ അവതാര കഥകളൊക്കെ എന്നാണ്. ചരണ സരോജഹംസ കുലസംഘ വിസൃഷ്ടഗൃഹ. പിന്നീട് പറയുകയാണ് ത്വദനുബധം, അങ്ങയുടെ എങ്ങനെയാണ് അങ്ങ് തന്നിരിക്കുന്നത് ഒരു ശരീരം തന്നിട്ടുണ്ട്, കുലായം, അങ്ങ് തന്നിരിക്കുന്ന ശരീരം എന്നുള്ളത് ആത്മസുഹൃൽ പ്രിയവൽച്ചരതി തഥ ഉന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനിച്ച. ഇപ്പോൾ ഒരു ശരീരം അങ്ങ് തന്നിട്ടുണ്ട്, ആ ശരീരം സുഹൃത്തായി ബന്ധുവായി ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ എന്നാൽ ആ ശരീരം കൊണ്ട് ആരെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഉന്മുഖേ ത്വയി ഹിതേ പ്രിയാത്മനി, ഈ ശരീരം തന്നിരിക്കുന്ന ഈശ്വരനെ അറിയാനും ഉപാസിക്കാനും ഒക്കെയാണ് ഈ ശരീരം ശ്രമിക്കേണ്ടത്. അതല്ലാതെ അതിന് വിരുദ്ധമായിട്ടുള്ള വിഷയ താല്പര്യങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നതെങ്കിലോ വലിയ കഷ്ടമാണെന്ന് പറയുകയാണ്. നബദ രമന്ത്യഹോ അസതുപാസനയ ആത്മനഃ, അസത്തിനെ ഉപാസിച്ചുകൊണ്ട് അവനവൻ്റെ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പോലെ ആണ് ചിലരൊക്കെ പ്രവർത്തിക്കുന്നത്. ഏതനുശയാഭ്രമന്തി ഉരുഭയെ കുശരീരവൃത, കുശരീരത്തെ ഭരിച്ചുകൊണ്ട്. അതായത് ശരീരം എന്നുള്ളതിനെ തന്നിട്ടുണ്ട് ഈശ്വരൻ, നമ്മളെ സുഹൃത്തായിക്കൊണ്ട് പ്രിയമുള്ള വസ്തുവായിക്കൊണ്ട് ഈശ്വരനെ മനസ്സിലാക്കാനും ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ് ശരീരം എന്നുള്ളത്. അല്ലാതെ അതിനെ നശിപ്പിക്കരുത് എന്ന് പറയുന്ന വേദങ്ങൾ. നിഭൃതമരുന്മനോക്ഷതട യോഗയുജ ഹൃദിയൻ മുനയ ഉപാസ്ദേതരയോപി യയുസ്മരണാത്. സ്ത്രീയ ഉരകേന്ദ്രഭോഗഭുജദണ്ഡ വിഷക്രധിയോ വയമപി തേ സമദശോങ്ക സരോജസുധാ. നിഭൃതമരുന്മനോക്ഷതട യോഗയുജ, മുനയ ഉപാസിതരയഹാപി. ചിലർ ശ്രീശ്വരന്മാരെന്ത് ചെയ്യുന്നു? കണ്ണടച്ചുകൊണ്ട് അവർ പ്രാണായാമത്തിലൂടെയൊക്കെ ഭഗവാനെ ഇപ്പോൾ ഉള്ളിൽ കാണുന്നു. ചില ഗോപികമാരെന്ത് ചെയ്യുന്നു? ഒരു ഇഷ്ടപുരുഷനായിക്കൊണ്ടാണ് ഭഗവാനെ ആഗ്രഹിക്കുന്നത്. അതുപോലെ ശ്രീശ്വരന്മാരും വേദങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു. ഒരു തരത്തിൽ ഇതെല്ലാം ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എന്നുള്ളതുകൊണ്ട് എല്ലാവരും വ്യത്യസ്ത വഴികളാണെങ്കിൽ കൂടിയും ഒരേ ഒരു ഈശ്വരനിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നതെന്ന് ഇവിടെ സൂചിപ്പിച്ചു. കൈഹ വേദ ബദാവരജന്മലയ അഗ്രസരം യദ ഉദഗാദുഷര്യമനു ദേവഗണ ഉഭയ തർഹി ന സന്ന ചാസതുഭയം ന ച കാലജവ കിമപി ന തത്ര ശാസ്ത്രം അവകൃഷ്യ ശൈതയിത. ഇവിടെ പറയുകയാണ്, ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് പൂർവികന്മാരായി ജനിച്ചവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ശേഷമുള്ളവരെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പറയുകയാണ്, ബ്രഹ്മാദേവന്മാർക്ക് പോലും ബ്രഹ്മാദേവന്മാർ ഉത്ഭവിച്ച് ഭഗവാന്റെ മഹിമ പറയാൻ സാധിക്കില്ല. കാരണം അഗ്രസരനെ നമുക്ക് മുമ്പേ ഉണ്ടായ ആൾക്കാരെക്കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാൻ സാധിക്കുക? അറിയില്ല. അതിന് ശേഷമോ അറിയില്ല. ശേഷം ഭഗവാൻ ശേഷിക്കണു. ഇവിടെയുള്ള മറ്റൊന്നും ദേവഗണങ്ങളോ ഋഷീശ്വരന്മാരോ ആരും തന്നെ പ്രളയശേഷം ശേഷിക്കുന്നില്ല എന്നാണ്. തുടക്കത്തിലും അവരില്ല. അപ്പോൾ അതുകൊണ്ട് കിമപിനത്ത ശാസ്ത്രം അവകൃഷ്യ ശൈതയത, ശാസ്ത്രവുമില്ല, ദേവന്മാരോ അസുരന്മാരോ ഒന്നും പ്രളയത്തിന് ശേഷമില്ല, അതിന് മുമ്പുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നവരാണ്. ചിലർ പറയും അസത്തിന് ജനനമുണ്ട്, അസത്തായ വസ്തുക്കൾ ജനിക്കുന്നു, സത്തായ വസ്തുക്കൾ മരിക്കുന്നു. അതുപോലെ തന്നെ ആത്മാവ്, പലതരം ആത്മാക്കളുണ്ട്, കർമ്മഫലത്തിന് വലിയ ശക്തിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്.
പക്ഷേ സത്യത്തിൽ ഇവിടെ ഇതൊന്നും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. സഭവേദ അവബോധരസേ, ഭഗവാൻ ഇത്ര ഗുണമയനല്ല, നിർഗുണഭാവത്തിലിരിക്കുന്നയാളാണ്, ശുദ്ധബോധസ്വരൂപനാണ് ഈ ആത്മാവ് എന്നുള്ളത്. അപ്പം അതിന് ഈ ജനനവും മരണവും ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കണം. സദിവ മനസ്ത്രിവൃത്വയുഭാത്യ സദാമനുജാത് സദാഭിമർശന്തി അശേഷം വിധം ആത്മതയാ ആത്മവിദ നഹി വികൃതിം തജന്തി കനകസ്യ തദാത്മതയാ സുഹൃതമനുപ്രവിഷ്ടം ഇതം ആത്മതയാ ആഭസിതം. സദിവ മനഃ ത്രിവൃത്വയുഭാത്യ സദാമനുജാത് സദാഭിമർശന്തി അശേഷം. ഈ ആത്മവിത്തുക്കളായ ആൾക്കാർ ഭഗവാൻ നിന്നുണ്ടായ വസ്തുക്കളൊക്കെ സത്താണെന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഇവിടെ ആരാധിക്കുന്നു. എല്ലാത്തിനും ഈശ്വരനാണെന്ന് സജ്ജനങ്ങൾ, ഈശ്വരൻ നിന്നുണ്ടായ വസ്തുക്കളിലൊക്കെ ഈശ്വരനുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും ആരാധിക്കുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങളിലൊക്കെ സ്വർണത്തിനെയാണല്ലോ കാണുക. അതേപോലെ ഈശ്വരൻ ഉണ്ടാക്കുന്ന വസ്തുക്കളിലൊക്കെ ഈശ്വരനെ കാണാൻ സാധിക്കണം സജ്ജനങ്ങൾക്ക് എന്ന് പറയണം. തവ പരിയേ ചരന്തി അഖില സത്വ നികേതയാ തൗതപതാക്രമന്തി അവിഗണയ്യേശ്വരു എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാത്തിലും ഈശ്വരഭാവത്തെ ഉപാസിക്കുന്നവരെന്ത് ചെയ്യണു? അവർക്ക് മരണം പോലും അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കണില്ല. മരണത്തിൻ്റെ ശിരസിൽ അവർ കാൽ ചവിട്ടിക്കൊണ്ട് ഉയർന്ന പദവിയിലേക്ക് അവർ കയറിപ്പോണു. അല്ലാത്തവരൊക്കെ ഇവിടെ ഓരോരോ വേദഭാഷയിൽ അല്ലെങ്കിൽ ഓരോരോ ഗർവ് പഠിച്ചതിൻ്റെ ഒരു ഭാവത്തിലൊക്കെ അങ്ങനെ സഞ്ചരിക്കണു. അവരൊന്നും ലോകത്തെ ശുദ്ധീകരിക്കണില്ല. ഭഗവാൻ ഭക്തന്മാർ ലോകത്തെ ശുദ്ധീകരിക്കണു, വിമുഖന്മാർ ശുദ്ധീകരിക്കണില്ല എന്ന് പറയണം. ത്വം അകരണ, ഈശ്വരനെ സംബന്ധിച്ചുള്ള അകരണനാണ്, സ്വരാടാണ്, അഖിലകാരക ശക്തിധരനാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാനാണ് ഇതിനൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഈ സൃഷ്ടിച്ച വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം? ഭഗവാൻ ഉണ്ടായ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം? അത് ഭഗവാനിലേക്ക് ബലി സമർപ്പിക്കണം. ബലി മുദ്ദുഹന്തി സമദന്തി. എല്ലാവരും ഭഗവാൻ സമർപ്പിക്കണം, ഭഗവാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിലേക്ക് വന്ന് എല്ലാം അർപ്പിക്കുന്നു, ബ്രഹ്മം എല്ലാവർക്കും വേണ്ടത് ചെയ്യണം. ഏതുപോലെ വെച്ചാൽ വർഷഭുജ അഖിലക്ഷിതിപതേഹീവ വിശ്വസജ. ചക്രവർത്തി പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ധാരാളം സാമന്ത രാജാക്കന്മാരൊക്കെ ഉണ്ടാവും. സാമന്ത രാജാക്കന്മാർ കപ്പം കൊണ്ടു കൊടുക്കും. അപ്പോൾ ഈ ചക്രവർത്തി സ്വീകരിച്ച് സാമന്ത രാജാക്കന്മാരൊക്കെ സംരക്ഷിക്കും. അതേപോലെ എന്നാൽ ഭഗവാൻ ഓരോ ഭാഗത്തും നിയന്ത്രിച്ചിട്ടുണ്ട്, ഓരോരുത്തരെയും നിയമിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവരൊക്കെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഈ ചൈതന്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. വിദധതി ത്രേത്വധികൃത ഭവതശ്ചകിത. ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ ഭയന്നുകൊണ്ട് അവരവരുടെ പ്രവൃത്തികൾ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നല്ല ഉദാഹരണങ്ങൾ പറയും. അതായത് എന്താണ്, നമ്മുടെ ശരീരത്തിനുള്ള ഉള്ളിലേക്ക് ആഹാരത്തെ സ്വീകരിക്കുന്നത് കൈകളാണ്. ആഹാരത്തെ കുഴച്ചെടുത്ത് സ്വീകരിക്കുന്ന കൈകൾ, ആഹാരത്തിൻ്റെ എല്ലാ ഊർജ്ജവും ഒരുപക്ഷെ ഈ കൈകൾക്ക് തന്നെ ആയിക്കില്ല പോവുക. അത് സ്വീകരിച്ച് ആവശ്യമുള്ളത് കൈകൾക്ക് കൊടുക്കും, കാലിന് വേണ്ടത് കാലിന് കൊടുക്കും, ഇങ്ങനെ ഓരോ ഭാഗത്തെയും കൊടുക്കുമല്ലോ. അതേപോലെയാണ് ഈശ്വരനും ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്ഥിരചരജാതയസ്യ രജയോത്ഥ നിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്തത. ഇവിടെ സ്ഥിരചരജാതികൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഭഗവാൻ സൃഷ്ടി നടത്തണമെന്ന് മോഹിച്ചിട്ട് എല്ലാത്തിനും ഒന്ന് കടാക്ഷിക്കുമ്പോൾ അതെല്ലാം കൂടെ ഉണ്ടാവണം. ഭഗവാനല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. നഹി പരമസ്യ കശ്ചിത അപരമെന്ന പരസ്യ ഭവൽ. ഭഗവാനല്ലാതെ ഒന്നും ഇവിടെ വേറെയില്ല. ഭഗവാന് തുല്യനായിട്ടും വേറൊരാളില്ല എന്നതാ ആകാശ സദസ്യനായിക്കൊണ്ടുള്ള ഈ ബ്രഹ്മത്തെ ഒന്ന് വർണ്ണിക്കണം. അതിന് പിന്നാലെ അപരിമിതാധ്രുവാഹ തനുഭൃതഹായത് സർവഗതാഹ. ഇവിടെ ധാരാളം സൃഷ്ടിച്ച വസ്തുക്കളുണ്ടല്ലോ, ഒരുപാടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് ഭഗവാൻ കൺട്രോൾ ചെയ്യാവോ? ഇനി കൺട്രോൾ ചെയ്യാനും സാധിക്കില്ല കേട്ടോ. തർഹിന ശാസിതേതി നിയമ. അപ്പം അങ്ങനെ ചിലർ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇതിനൊക്കെ സൃഷ്ടിക്കാൻ അങ്ങോട്ട് അറിയാമെങ്കിൽ, ഈ ഭാവത്തിലൊക്കെ വ്യത്യസ്തമായി ശോഭിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാനും ഭഗവാന് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അജനജയന്മയം തഥ വിമുച്ച നിയന്ത്രഭവേത് സമമനുജാത യഥമതം മതദുഷ്ടതയാണ് സൂചിപ്പിച്ചു. പിന്നീട് ഘടത ഉദ്ഭവ പ്രകൃതി പൂരുഷയോ അജയോ ഉഭയോജ ഭവന്ത്യസുപത ജലബുദ്ഭുതോ. ഇവിടെ പ്രകൃതി പുരുഷന്മാർ തമ്മിലുള്ള ചേർച്ചയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ജീവജാലങ്ങളൊക്കെ. അത് ജലബുദ്ഭുതകൾ എന്ന് പറയുന്നത്. അതായത് വെള്ളവും വായുവും കൂടെ ചേർന്നുണ്ടാകുന്നതാണ് നീർക്കുമിള. നീർക്കുമിളക്ക് അസ്തിത്വമൊന്നുമില്ല. നീർക്കുമിള ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ചെന്ന് ലയിച്ചു. നേരത്തെ വെള്ളം തന്നെയാണ് നീർക്കുമിളയും, അതായിട്ട് അങ്ങോട്ട് മാറണം. വെള്ളവും വായുവും ചേർന്നാണ്. അപ്പോൾ അവിടെ അത് ജലമായി മാറിയതുപോലെ ഈ സൃഷ്ടിച്ച വസ്തുക്കളെ കൊടുവിൽ തേനിൽ എങ്ങനെയാണോ പുഷ്പങ്ങൾ രസം ലയിക്കുന്നത്, സമുദ്രത്തിൽ എങ്ങനെയാണോ നദികൾ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നദികൾക്ക് പ്രത്യേകിച്ച് അസ്തിത്വമൊന്നുമില്ലല്ലോ. അതേപോലെ ഇത് അവസാനം
പ്രളയശേഷം ഭഗവാനിൽ വന്ന് ലയിക്കണു, പ്രപഞ്ചത്തിൽ ഭഗവാൻ സൃഷ്ടിച്ച വസ്തുക്കളൊക്കെ എന്ന് പറയുകയാണ്. ത്വയിതൈമേ തതോ വിവിധ നാമഗുണൈ പരമേ സരിത ഇവ അർണവേ. സരിത ഇവ അർണവേ, അർണവത്തിൽ സരിത്തുകൾ എന്ന പോലെ മധുനിയിൽ ഇല്യുഹു അശേഷരസ. മധുവിൽ തേനിൽ അശേഷരസങ്ങൾ എങ്ങനെ ലയനം അലിഞ്ഞു പോകുന്നു, അതേപോലെയൊക്കെയാണ് ഭഗവാനിൽ ഈ പ്രകൃതിയിലുള്ള സൃഷ്ടിജാലങ്ങളൊക്കെ ലയിക്കുന്നത് സൂചിപ്പിച്ചു. നിഷുതവമായ ഭ്രമം അവീഷു അവഗത്യപശം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ വളരണു, നശിക്കണു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഭഗവാനെ തന്നെ ആശ്രയിച്ച ഭവസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കും. സുധിയഹ ത്വയി സുധിയഹ അഭവേദതി ഭാവമനുപ്രഭവം കഥം അനുവർത്താം ഭവഭയം തവേത് ഭൃഗുടി സജതി മുഹുസ്ത്രണേമിൽ അഭവച്ചരണേഷു ഭയം. ഇവിടെ അതല്ലാതെ ഈ വസ്തുക്കളിലൊക്കെ മനസ്സ് വയ്ക്കുന്നവർക്ക് വലിയ ഭയത്തെ കൊടുക്കും, എന്നാൽ ഭഗവാനെ മനസ്സിലാക്കുന്നവർക്കൊരു ഭയവും കൊടുക്കണില്ല എന്ന് പറയണം. വിജിത ഹൃഷീകവായുവിൽ അതാന്ത മനസ്തുർക്കും. ചിലർ ഈ മനസ്സിനെ നിയന്ത്രിച്ച് കളയാമെന്ന് വിചാരിക്കും, എന്നിട്ട് പലവിധ മാർഗ്ഗങ്ങൾ അവർ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഗുരുനാഥനെ ആശ്രയിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എളുപ്പമല്ല. വ്യസനശതാന്വിത സമവഹായ ഗുരോശരണം വണജ ഇവാജ സന്ധ്യ കഥകർണധരാജലതും. ഒരു കപ്പിത്താനില്ലാതെ കടൽ മധ്യത്തിൽ ദിശയറിയാതെ ഉഴലുന്നവരെ പോലെയാവും ഗുരുനാഥനെ ആശ്രയിക്കാത്തവർ. ഗുരുനാഥനെ ആശ്രയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ലക്ഷ്യത്തിലേക്ക് ഗുരുനാഥൻ എത്തിച്ചേരും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴിയൊക്കെ ഒരു പറഞ്ഞു തരും. അപ്പം നമുക്ക് മനസ്സിലാവും സ്വജനം സുതം ആത്മധാര ധന ധാമധര ആസുരഥൈഹി. ഇതൊക്കെ ഈശ്വരനെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഈശ്വരനുണ്ടെങ്കിൽ, ഭഗവാനുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള മറ്റ് സന്തോഷ വസ്തുക്കളുടെ ആവശ്യം തന്നെ എന്താണെന്ന് ചിന്തിക്കും. ഇനി ആ വിഷയങ്ങളിലാണ് നിങ്ങൾ വല്ലാതെ മതിക്കുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാതെയാകണമെന്ന് പറയണം. ഇതി സദജാനത മിഥുനതഹാരതയേ ചരതാം സുഖേതി കൊന്യു ഹസ്വവിഹതേസ്വ നിരസ്തഭകി. കാരണം ഇവിടെ തന്നെ എല്ലാം നശിച്ചു പോകുന്ന ഈ ഐശ്വര്യങ്ങളെ എന്തിനാണ് ഇല്ലാതെയായിപ്പോൾ നിസ്സാരമായി തീർന്ന ഈ ഭോഗവസ്തുക്കളെ നിങ്ങൾ എന്തിന് ആഗ്രഹിച്ചു കൊണ്ട് നടക്കണമെന്ന് ചോദിക്കുകയാണ്. ഭുവി പുരുപുണ്യതീർത്ഥസദനാനി ഋഷയ വിമുദാഹ തൗത ഭവൽപദാംബുജ ഹൃദ അഖപിതംഘ്രിജലാഹ. ഇവിടെ തീർത്ഥഘട്ടങ്ങളിലേക്ക് ഋഷീശ്വരന്മാരങ്ങനെ സഞ്ചരിക്കും. അഹങ്കാരമില്ലാതെ അവരിങ്ങനെ സഞ്ചരിക്കും. ഭഗവാന്റെ പാദീർത്ഥങ്ങളൊക്കെ സ്പരിശിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കും. ഇത് സകൃന്മനസ്തു ഈ ആത്മനി നിത്യസുഖേ. അങ്ങനെ അവർ തീർത്ഥഘട്ടങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് അത്യന്ത ആനന്ദമാണ്. എപ്പോഴെങ്കിലൊക്കെ ഭഗവാന്റെ മനസ്സിൽ ചിന്തിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ഈ ഗൃഹത്തിൽ വിഷയ സംബന്ധമായിട്ടുള്ള സംഗതികളിലേക്ക് ഒരിക്കലും അവർ മനസ്സ് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗൃഹങ്ങളെ അവർ ആശ്രയിക്കില്ല. കാരണം ഈ ഒരു ആനന്ദത്തെ അനുഭവിച്ചവർ ഗൃഹസ്ഥത്തിൽ നേരത്തെ പറഞ്ഞ സ്വജനസുതാത്മജാല ധനധാമ എന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അതിനോടൊന്നും പിന്നെ തിരിച്ച് അതിനെ സുഖത്തിന് വേണ്ടി ആശ്രയിക്കില്ല എന്ന് പറയണം. സദാ ഇതമുത്ഥിതം സദതി ചേന്നന് തർക്കഹതം. ഇപ്പോൾ ഭഗവാൻ ഉണ്ടായതല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ വെച്ചതാണ്. പൂർണ്ണമായിട്ടുമല്ല, ചില ഭാവങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്നല്ലാതെ ഉണ്ട്. പൂർണ്ണമായിട്ട് ഒരു മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാവണോ, മാവ് തമ്മിൽ വ്യത്യാസമുണ്ട്. മാവ് നിന്നുണ്ടായതൊക്കെ തന്നെയാണ് മാങ്ങ. അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി വസ്തുക്കളൊക്കെ എന്ന് പറയണം. ഇതൊക്കെ കുറച്ച് മായയുടെ ഭാവം കൂടെ ചേർന്നിട്ടാണ് ചുറ്റുപാടുള്ള വസ്തുക്കളൊക്കെ കാണുന്നത്. വ്യവഹതയെ വികൽപേക്ഷിത അന്ധപരമ്പരയ ഭ്രമേതി ഭാരതീത ഒരു വൃത്തി ബ്രഹ്മതചല. എന്തൊക്കെ സ്ഥിരമാണ്, ഈശ്വരൻ നിന്നുണ്ടായതില്ല, അതുകൊണ്ട് മുഴുവൻ സ്ഥിരമാണെന്ന് കണക്കാക്കിക്കൂടാ. ഇത് പ്രകൃതി കൂടെ കൂടിച്ചേർന്നുകൊണ്ട് നശ്വരമായ വസ്തുക്കളാണ് ചുറ്റുപാടും കാണുന്നത്. സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സൃഷ്ടിച്ചു വെച്ച ശക്തി മാത്രമാണ് നിത്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഏതിതമഗ്ര ആസ്ന ഭവിഷ്യത്തോ നിധനാത് അനുമിത മന്ത്രാത്വ വിഭാതി മുഷൈകരസേ. ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്ന വസ്തുക്കളൊന്നും സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പ്രളയത്തിന് ശേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് മധ്യത്തിൽ കാണുന്നതൊക്കെ വിഭാതി ഇങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉപമീയത ദ്രവിണജാതി വികല്പപതഹി വിധത മനോവിലാസം ഋതമിത്യവേന്ദ്യ ബുധ. നല്ല ഉദാഹരണം പറയുകയാണ്. അതായത് സ്വർണം കൊണ്ട് ധാരാളം ആഭരണാദികളൊക്കെ ഉണ്ടാകും. ആഭരണാദികൾക്ക് നിത്യത്വമൊന്നുമില്ല. ആഭരണാദികൾ ഒരുക്കിക്കഴിഞ്ഞാൽ വീണ്ടും സ്വർണ്ണമായി തീരും. പക്ഷേ ആഭരണാദികൾ നിത്യത്വമുണ്ടെന്ന് കണക്കാക്കുന്നവർക്ക് ആ ബുധന്മാരാണ്. അതുപോലെയാണ് ഇവിടുത്തെ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിലുള്ളതൊക്കെ സത്യമെന്ന് കണക്കാക്കുന്നവരെന്ന് സൂചിപ്പിച്ചു. സയതജയാ തുജാ മനുഷ്യീത ഗുണാംശജുഷൻ ഭജ സ്വരൂപതാം തദനു മൃത്യും അപേദഭക തുമുത ജഹാസി. ഇവിടെ ചില ജീവനുകൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ജീവൻ ഈ മായാബന്ധം കൊണ്ട് ഇവിടെയുള്ള ഗുണങ്ങളൊക്കെ സ്വീകരിച്ച് അങ്ങനെ
മായാബന്ധനായിട്ട് നിൽക്കുന്ന സമയത്ത് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ആ പരമാത്മാവ് ഇതിനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണോ താൻ ഉടുത്തിരിക്കുന്ന ഉടുപ്പ് ഒരു പാമ്പ് ഊരിക്കളഞ്ഞ് അതിനോടൊരു മമതയില്ലാതെ പോകുന്നത്, അതേപോലെ ഈ ലോകത്തെ വിട്ട് അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ വിട്ടു പോകാൻ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നു. തുമുദ ജഹാസിതാ മഹിരിവത്വജമാത്തഭഗ മഹസി മഹീയസെ അഷ്ടഗുണിതേ അപരിമേയ ഭഗ. അപരിമേയ ഭഗനാണ് ഭഗവാൻ. ധാരാളം ഗുണഗണങ്ങളെ ചേർന്നവനാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ പ്രകൃതിയെ അങ്ങനെ തന്നെ ഉപേക്ഷിക്കുന്നു പറയണം. അതുകൊണ്ട് നമ്മളും അതുപോലെ ആവണമെന്ന് പറയണം. ഇതിന സമുദ്ധരന്തി യഥേഹാഹൃതി കാമജട ദുരിതികമഹാ സദാം ഹൃതി ഗതഹാസ്മൃതകണ്ഠമണി. ഉള്ളിൽ ധാരാളം ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നവരാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഒരു ലോകവും കിട്ടില്ല. ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ യത്നിക്കുന്നവരെ പലതരം ആഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ എത്തിച്ചേരാൻ സാധിക്കില്ല. അസുതപയോഗിന ഉഭയതോപ്യസുഖം ഭഗവൻ അനപകതാന്തകാത് അനതിരൂഢ പദാത്ഭവത. ഇവർക്ക് മരണഭയമുണ്ടാകും. ജീവിത സുഖത്തെ ചിന്തിക്കുമ്പോൾ മരണഭയമുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുകയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയണം. ഇത് അവഗമീന വേത്തി ഭവതത്വ ശുഭാശുഭയോ. ഭഗവാനെ മനസ്സിലാക്കിയവർക്ക്, ഈശ്വരനെ മനസ്സിലാക്കിയവർക്ക് ഈ ശുഭാശുഭങ്ങളിൽ അവർ പരിഭ്രമിക്കുന്നില്ല. ഗുണങ്ങൾ ഉള്ളതിനും ഗുണങ്ങളില്ലാത്തതിനും അവർക്ക് പരിഭ്രമില്ല. ദേഹവൃത്തിക്കളുടെ വാക്കുകൾ അവർ മോഹിക്കണില്ല. അനുയുഗമന്വഹം, ഓരോ യുഗത്തിലും ഭഗവാൻ ഇവിടെ അവതരിച്ച് ആടിയ ലീലകളെക്കുറിച്ചിട്ടുള്ള കഥകളും പാട്ടുകളും കേൾക്കുമ്പോൾ ആ അപവർഗഗതിയിലേക്ക് അവർ തിരിയുകയാണ് എപ്പോഴും. ശ്രവണപദഹായതസ്ത്വം അപവർഗഗതി മനുഷ്യഹി. അപവർഗഗതിയായിക്കൊണ്ടിരിക്കുന്ന അങ്ങയിലേക്ക് ആ സജ്ജനങ്ങൾ തിരിയണം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ദ്യുപതയേവതയ നയൂഹു അന്തമനന്തതയാം. ദേവന്മാർക്ക് പോലും അങ്ങയുടെ ഈ സ്വരൂപത്തെ, ഈ അങ്ങയുടെ വിസ്താരത്തെ, വലുപ്പത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ധാരാളം ബ്രഹ്മാണ്ടങ്ങൾ അങ്ങയുടെ ഉള്ളിൽ കടുകുമണി പോലെ പറന്ന് കളിക്കുന്നു. സപ്താവരണങ്ങളോട് കൂടിയിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങൾ പറന്ന് കളിക്കുന്നു. ഇവ രജാംസി വാന്തി വയസാസ് യൽ ശ്രുതയസ്തോഹി. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വലുപ്പത്തെയും അങ്ങയുടെ സ്വരൂപത്തെയും പൂർണ്ണമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങയിൽ നിന്ന് അങ്ങയല്ലാതെ തോന്നിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായി തോന്നിക്കുന്ന വിഷയങ്ങളൊക്കെ തള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ അങ്ങയെ തിരിച്ചറിയാൻ സാധിക്കും. അനുഭവേകവേദ്യനായിട്ടുള്ള അങ്ങയെ തിരിച്ചറിയാൻ ഭക്തന്മാർക്ക് സാധിക്കുന്നല്ലാതെ കൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ എന്നും പറഞ്ഞ് അങ്ങയിൽ ഈ വാക്കുകളൊക്കെ ഭഗവാനിൽ അർപ്പിച്ച് പിൻവാങ്ങുകയാണ് വേദമാതാവ്. ഇപ്പം ഇങ്ങനെ ആ ഒരു സ്തുതിയെ അവിടെ സമർപ്പിച്ചു. ഇത്യേതത് ബ്രഹ്മണപുത്ര ആശ്രിത്യ ആത്മാനുശാസനം സനന്ദനം അധ അനർച്ചു സിദ്ധ ജ്ഞാത്വാത്മനോഗതി. ആത്മാവിൻ്റെ ഗതിയെയാണ് ഈ സനന്ദനൻ പറഞ്ഞത്. അപ്പം ആത്മാവ് എന്നുള്ളതാണ് ഈശ്വരൻ എന്നുള്ളത്. ആ ഈശ്വരനെക്കുറിച്ച് ഇവിടെ കേട്ട ഈ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരെല്ലാവരും ആ പറഞ്ഞ പ്രഭാഷകനായിട്ടുള്ള സനന്ദനെ പൂജിച്ചു എന്ന് പറയുകയാണ്. ഇത്യശേഷസമ അമ്മനായ പുരാണ ഉപനിഷദ് രസം. ഇതൊക്കെ ഉപനിഷത്തിൻ്റെ രസമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് സമുദ്രത പൂർവ്വജാദേഹി വ്യോമയാനിർ മഹാത്ഭവി. ഇത് പൂർവ്വജന്മാരായിട്ടുള്ള ആൾക്കാർ, ആകാശസഞ്ചാരികളായിട്ടുള്ള ആൾക്കാർ, സജ്ജനങ്ങൾ ഇത് വീണ്ടും പറഞ്ഞു. നമ്മൾ കേട്ടു. അങ്ങെന്ത് ചെയ്യാം? ത്വം ചെയ്തൽ ബ്രഹ്മതായത് അല്ലയോ നാരദ മഹർഷി, അങ്ങ് ഇതിനെ നല്ലോണം കേട്ടില്ലേ? ഇതിനെ ധരിക്കുക. എന്നിട്ട് ലോകത്ത് കാമങ്ങളൊക്കെ, ആഗ്രഹങ്ങളെയൊക്കെ കടക്കാൻ സാധിക്കുന്ന ഈ അറിവിനെ പടർത്തി കൊടുക്കുക. കാമാനാം ഭർജനം നേടാം. ശ്രീ ശുബ്രഹ്മർഷി പറയുകയാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഋഷീണാദിഷ്ടം നാരായണ ഋഷി നാരദനോട് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പൂർണ്ണഹ ശ്രുതതരഹ രാജൻ. ശ്രുതതരഹ വേദത്തെ അറിഞ്ഞവനായിട്ടുള്ള നാരദ മഹർഷി പൂർണ്ണനായിത്തീർന്ന അദ്ദേഹം ഭഗവാനോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നമസ്തസ്മി ഭഗവതേ കൃഷ്ണായ അമലകീർത്തിയായിക്കൊണ്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അഭവായ ഉഷതീകലാഹ സർവഭൂതങ്ങൾക്കും മോക്ഷത്തെ കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് മനോഹരമായ അവതാരങ്ങൾ സ്വീകരിച്ച ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശിഷ്യന്മാരെ എല്ലാവരെയും വന്ദിച്ച് ദ്വൈവായൻ എന്നുള്ള എൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് നാരദ മഹർഷി വന്നുയർന്നു എന്ന് ശ്രീ ശുബ്രഹ്മർഷി പറയണം. തതോ ആഗാദാശ്രമം സാക്ഷാൽ പിതൃദ്വൈപായനസ്യമേ. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് സഭായുധ ഭഗവതാ കഥാസന പരിഗ്രഹ. ഇരിപ്പിടക്ക് കൊടുത്ത് എൻ്റെ അച്ഛൻ നല്ലോണം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനായിക്കൊണ്ട് നാരായണ മുഖാശ്രുതത്തെ കേൾപ്പിച്ചു. നാരായണ മഹർഷി എന്തൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു അതൊക്കെ വേദവ്യാസനെയും കേൾപ്പിച്ചു.
ഇങ്ങനെ പറഞ്ഞതൊക്കെ ഞാനുള്ള അങ്ങേക്കും പറഞ്ഞു തന്നു. എത്തിയത് വർണ്ണതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയ യഥാ ബ്രഹ്മണി അനിർദ്ദേശിയെ നിർഗുണേബി മനസ്സിൽ. നിർഗുണമാണ് ബ്രഹ്മമെങ്കിലും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെയാണ് മനസ്സിൽ അതിൽ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. യഹാസ്യ ഉൽപ്രേക്ഷക ആദിമധ്യനെ, ആദ്യവും അവസാനവും ഒക്കെ ഇതിനെ സൃഷ്ടിച്ച് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു ശക്തിയുണ്ട്, ഇതിനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു ശക്തിയുണ്ട് ഇവിടെ. യഹ അവ്യക്തത ജീവേശ്വര, അവ്യക്തമായ ഭാവത്തിൽ ഈ ജീവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നൊരു ശക്തി. ഈ സൃഷ്ടുവേദം അനുപ്രവേശ്യ ഋഷീണ, ഇതിനെ സൃഷ്ടിച്ച് ഇതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സത്യസ്വരൂപനായി ഇതിനകത്തെ പ്രവേശിച്ച് ശാസ്തിത നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി. എം സമ്പത്ത് ജഹാദി അജാമനുഷ്യയി, ഇതിനെ മനസ്സിലാക്കുമ്പോൾ മായ എന്നുള്ളത് ഇല്ലാതെയാകണം. സുപ്ത കുലായം യഥ, ശരീരത്തെ ഉറങ്ങിയവൻ ശരീരത്തെ എന്ന പോലെ. ഇം സമ്പദ്യ തം കൈവല്യ നിരസ്ത്യൂനിമഭയം ധ്യായ ദർശനം ഹരിയും. ഉറങ്ങിക്കിടക്കുന്നവൻ എങ്ങനെയാണ് ആ ശരീരത്തെ മറക്കുന്നത്, അതുപോലെ ഇതിനെ ഈ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മായാബന്ധനങ്ങളൊന്നും ഒരാൾക്ക് ഉണ്ടാവണില്ല. അപ്പം അങ്ങനെയുള്ള കൈവല്യത്തെ പകർന്നു കൊടുക്കുന്ന ഭഗവാനായിക്കൊണ്ട് അജസ് വീണ്ടും 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 നമസ്കാരം നമസ്കാരം എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ആ വേദസ്തുതി സമർപ്പിക്കുന്നത്. വളരെ വിസ്തൃതമായിട്ട് പറയേണ്ട ഒരു ഭാഗമാണ് വേദസ്തുതി എന്നുള്ളത്. അതുകൊണ്ട് അതുപോലെയൊക്കെ അനുസ്മരിച്ചിരിക്കണം. എല്ലാവർക്കും നമസ്കാരം.